ഒരിടവേളയ്ക്ക് ശേഷം ശ്രീലങ്കയുടെ വാണിജ്യ വ്യവസായ രംഗത്ത് പിടിമുറുക്കി ചൈന. ശ്രീലങ്കയിലെ ഹമ്പൻതോട്ടത്തിൽ അത്യാധുനിക എണ്ണ ശുദ്ധീകരണശാല നിർമ്മിക്കുന്നതിന് ഒറ്റയടിക്ക് 35,000 കോടി രൂപയുടെ നിക്ഷേപമാണ് ചൈന ശ്രീലങ്കയ്ക്ക് വേണ്ടി പ്രഖ്യാപിച്ചിരിക്കുന്നത്. ചൈനയോട് ആഭിമുഖ്യമുള്ള ശ്രീലങ്കൻ പ്രസിഡന്റ് അനുരകുമാര ദിസ്നായകയുടെ ചൈന സന്ദർശന വേളയിലാണ് ഇത് സംബന്ധിച്ച കരാറിൽ ഇരു രാജ്യങ്ങളും ഒപ്പുവെച്ചത്. ശ്രീലങ്കയുടെ ചരിത്രത്തിലെ ഏറ്റവും വലിയ നേരിട്ടുള്ള വിദേശ നിക്ഷേപമായാണ് ഇത് കണക്കാക്കപ്പെടുന്നത്. ശ്രീലങ്കയുടെ ഊർജ്ജ മന്ത്രാലയവും പ്രമുഖ ചൈനീസ് അന്താരാഷ്ട്ര പെട്രോളിയം കോർപ്പറേഷനായ സിനോപെക്കും തമ്മിലാണ് കരാർ. 2 ലക്ഷം ബാരൽ ശേഷിയുള്ള ശുദ്ധീകരണശാലയായിരിക്കും ഇത്. 99 വർഷത്തെ പാട്ടവ്യവസ്ഥയിൽ ഇന്ത്യൻ മഹാസമുദ്രത്തിലെ തന്ത്രപ്രധാനമായ ഹമ്പൻടോട്ട തുറമുഖം ചൈനയുടെ നിയന്ത്രണത്തിലാണ്. ഇവിടെ ഒരു സാമ്പത്തിക മേഖല നിർമ്മിക്കുന്നതിനായുള്ള ദീർഘകാല പാട്ടവും ചൈന നേടിയിട്ടുണ്ട്. പ്രതിപക്ഷത്തായിരിക്കട്ടെ ഹമ്പൻടോട്ട തുറമുഖ കരാറിന്റെ വിമർശകനായിരുന്നു ദിസ്നായകെ. ഇന്ത്യ ചാരക്കപ്പലുകളായി കണക്കാക്കുന്ന ചൈനയുടെ വിവാദ ഗവേഷണ കപ്പലുകളെ ഹമ്പൻതോട്ട തുറമുഖത്ത് നങ്കൂരമിടാൻ ശ്രീലങ്ക അനുവദിക്കുമോ എന്ന് ഇന്ത്യക്ക് ആശങ്കയുണ്ട്. ചൈനീസ് കപ്പലുകളുടെ ആവർത്തിച്ചുള്ള സന്ദർശനങ്ങളെക്കുറിച്ചുള്ള ആശങ്കകൾ ഇന്ത്യ ശ്രീലങ്കയെ അറിയിച്ചിട്ടുണ്ട്. വിദേശ ഗവേഷണ കപ്പലുകൾക്ക് ശ്രീലങ്കയുടെ തുറമുഖങ്ങൾ സന്ദർശിക്കുന്നതിനുള്ള വിലക്ക് കഴിഞ്ഞ മാസം അവസാനിച്ചിട്ടുണ്ട്. ചർച്ചകൾക്കൊടുവിൽ പുറത്തിറക്കിയ സംയുക്ത പ്രസ്താവനയിൽ സമുദ്ര സഹകരണം തുടരാനും സമുദ്രകാര്യങ്ങളിൽ പതിവായി ഉഭയകക്ഷി കൂടിയാലോചനകൾ നടത്താനും ഇരു രാജ്യങ്ങളും തീരുമാനിച്ചിട്ടുണ്ട്. ചൈന വിരുദ്ധ വിഘടനവാദ പ്രവർത്തനങ്ങൾക്ക് തങ്ങളുടെ പ്രദേശം ഒരിക്കലും ഉപയോഗിക്കാൻ അനുവദിക്കില്ലെന്നും സിസങ്, സിൻജിയാങ് എന്നിവയുമായി ബന്ധപ്പെട്ട വിഷയങ്ങളിൽ ചൈനയെ ശക്തമായി പിന്തുണയ്ക്കുമെന്നും ശ്രീലങ്ക ആവർത്തിച്ചു.